കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ സെക്രട്ടേറിയറ്റ് ധർണ 2024 മാർച്ച് 6-ാം തീയതി ബുധനാഴ്ച നടത്തുകയുണ്ടായി. ആവശ്യങ്ങൾ ഇതൊക്കെയാണ്: സ്വകാര്യ മേഖലയിലെ ഫാർമസിസ്റ്റുകളുടെ മിനിമം വേതനം കരട് വിജ്ഞാപനം ഉടൻ നടപ്പിലാക്കുക, സർക്കാർ മേഖലയിൽ ഫാർമസിസ്റ്റുകളുടെ പുതിയ തസ്തിക സൃഷ്ടിക്കുക, സർക്കാർ മേഖലയിലെ താൽക്കാലിക നിയമനങ്ങളിൽ മിനിമം വേതനം ഉറപ്പുവരുത്തുക, അനധികൃത ഫാർമസി അസിസ്റ്റന്റ് കോഴ്സുകൾ നിർത്തലാക്കുക. ഒട്ടനവധി ഫാർമസിസ്റ്റുകളാണ് ഈ ധർണയിൽ പങ്കെടുത്തത്. മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. നിങ്ങളുടെ ഈ സമരത്തിന് എല്ലാവിധ പിന്തുണയും CPM-ന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടിയും CIQ-വിന് വേണ്ടിയും ഞാൻ നേരിടുകയാണ്. നമ്മുടെ സംസ്ഥാനത്തെ ആരോഗ്യ മേഖല രാജ്യത്തിന് മാത്രമല്ല ലോകത്തിന് തന്നെ മാതൃകയാണ്. അത് COVID-19 പശ്ചാത്തലത്തിൽ ലോകത്തിന് മുന്നിൽ നമുക്ക് കാട്ടിക്കൊടുക്കാൻ കഴിയുന്ന കാര്യമാണ്. നമ്മൾ വളരെ അഭിമാനത്തോടുകൂടി പലപ്പോഴും പറയാവുന്ന വികസിത രാജ്യങ്ങളിൽ പോലും കോവിഡിന് മുന്നിൽ പകച്ചു നിന്നപ്പോൾ നമ്മുടെ സംസ്ഥാനം കോവിഡിനെ പ്രതിരോധിച്ചത് ഈ ലോകത്തിന് മാതൃകയായി മാറുകയാണ്. ആ കാലത്ത് നമ്മൾ ചില കാഴ്ചകളെല്ലാം കണ്ടത് നിങ്ങളുടെ മനസ്സിലേക്ക് ഉണ്ടാവും. കൂട്ടത്തോടുകൂടി കോവിഡ് മൂലം മരിച്ചതായിട്ടുള്ള രോഗികളെ യന്ത്രക്കോരുവ കൊണ്ട് കോരിയെടുത്ത് വലിയ കുഴി കുഴിച്ച് കുഴികളിലേക്ക് തള്ളി പെട്രോളൊഴിച്ച് കത്തിച്ച സംഭവം ഇന്ത്യയിൽ തന്നെ ഉത്തരേന്ത്യയിലെ പുണ്യ നദികളിലൂടെ മൃതശരീരങ്ങൾ ഒഴുകി നടന്നൊരു കാലം. നമ്മുടെ കൊച്ചു കേരളത്തിനകത്ത് മൃതശരീരത്തോട് അനാദരം ഉണ്ടാകുന്ന ഒരു കാര്യവും നടന്നില്ല. മരണനിരക്ക് തന്നെ കുറച്ചുകൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. കോവിഡിനെ ശാസ്ത്രീയമായിട്ട് പ്രതിരോധിക്കാൻ വികസിത രാജ്യങ്ങൾക്ക് പോലും മാതൃകയാകുന്ന സംവിധാനങ്ങളോടുകൂടി നമ്മുടെ സംസ്ഥാനത്ത് ആരോഗ്യ മേഖല ഉണർന്ന് പ്രവർത്തിച്ചു വരുന്നത് നമ്മുടെ ആരോഗ്യ മേഖലയുടെ ഏറ്റവും മഹത്തായിട്ടുള്ള നേട്ടമായിട്ട് നമുക്ക് എപ്പോഴും ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. അതില് ആരോഗ്യ വകുപ്പ് മന്ത്രി മുതൽ താഴെ ഏറ്റവും താഴെ തട്ടിലെ പണിയെടുക്കുന്നവർ, ആരോഗ്യ മേഖലയിലെ ജീവനക്കാരല്ല, ആശാ വർക്കർമാർ വരുന്നത് അവർ അടക്കമുള്ള ആളുകൾ എടുത്ത അല്ലെങ്കിൽ അവരുടെ കൂട്ടായ്മ, നമ്മുടെ ത്യാഗപൂർണമായിട്ടുള്ള ഐക്യബോധം, ആരോഗ്യ മേഖലയുടെ ജനാധിപത്യവൽക്കരണത്തിന് വേണ്ടി നമ്മുടെ സംസ്ഥാനത്ത് നടന്ന പരിശ്രമങ്ങളൊക്കെ തന്നെ കാരണമായിട്ടുണ്ടെന്നുള്ളത് അഭിമാനത്തോടുകൂടി പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ കേരളത്തിന്റെ ആരോഗ്യ മേഖലയുടെ ഈ വളർച്ചയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഐക്യ കേരള പിറവിക്ക് ശേഷം അധികാരത്തിൽ വന്ന ആദ്യത്തെ ഗവൺമെന്റ് ആരോഗ്യ മേഖലയ്ക്ക് കൊടുത്തതായിട്ടുള്ള ഒരു നയസമീപനം. അന്ന് ഡോക്ടർ AR മേനോനായിരുന്നു EMS ഗവൺമെന്റിലെ ആരോഗ്യമന്ത്രി എന്ന് പറഞ്ഞു. അന്നൊരു ആരോഗ്യ നയം അവരവർ ആവിഷ്കരിച്ചു. ആ ആരോഗ്യ നയത്തിലെ കാതൽ എന്ന് പറയുന്നത് ജനാധിപത്യപരമായിട്ടുള്ള ആരോഗ്യ സംവിധാനം എന്നുള്ളതായിരുന്നു. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.